Hello all, welcome to PreQ. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൊട്ട് മുമ്പ് കേരള PSC നടത്തിയ AE എക്സാമിലെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ അല്ലേ? രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ക്വസ്റ്റ്യൻസ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് എ വെയിൻ ഓഫ് 20 cm long and 10 cm diameter was pressed into soft marine clay at the bottom of the borehole. Okay, torque was applied gradually and failure occurred at 2000 kg per centimeter. What is the cohesion of the clay in kilogram per centimeter square എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഈ ടോപ്പിക് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? വെയിൻ ഷിയർ അല്ലേ? വെയിൻ ഷിയർ എന്ന് പറയുന്ന ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു ടോപ്പിക്കാണ്. എന്തിനാണ് നമ്മൾ വെയിൻ ഷിയർ നടത്തുന്നത്? നമുക്ക് സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ അല്ലേ? സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റു പല ടെസ്റ്റുകളുണ്ട്. ഏതൊക്കെ ഉണ്ട്? നമുക്ക് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് യൂസ് ചെയ്യാം, ട്രൈ ആക്സിൽ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ വെയിൻ ഷിയർ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ദർ ഈസ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടു ഫൈൻഡ് ഔട്ട് ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ. ഓക്കെ അല്ലേ? ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റനിൽ വെയിൻ ഷിയറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിൻ ഷിയറിനെ കുറിച്ച് ഒന്ന് രണ്ട് പോയിന്റ്സ് പറയാം. ഇഫ് യു സീ ദിസ് ഇമേജ്, ഇതാണ് നമ്മളെ വെയിൻ ഷിയർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ചെറിയൊരു അപ്പാരറ്റസ് ആണ് ഈ ഫിഗറിൽ കാണുമ്പോൾ. ഓക്കെ, അതിൻ്റെ എൻഡിൽ എന്തുണ്ട്? ഇങ്ങനെ 4 സൈഡിലേക്കും വിങ്സ് ആർ അവൈലബിൾ. നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് സോയിൽ സർഫസിൽ നമ്മൾ പ്രസ് ചെയ്ത് നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്യും. സോയിൽ സർഫസിൽ പ്രസ് ചെയ്യുന്നിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു റൊട്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടോർക്ക് വാല്യൂ നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? നമുക്ക് മെഷർ ചെയ്ത് കിട്ടും. സോ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ നോട്ട് ചെയ്യുന്നത് വാട്ട് ഈസ് എ ടോർക്ക് വാല്യൂ വി ആർ അവൈലബിൾ. ഓക്കെ അല്ലേ? നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എത്ര ടോർക്ക് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പ്രസ് ചെയ്ത് സോയിലിൻ്റെ അകത്തേക്ക് പ്രസ് ചെയ്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് വെയിൻ ഷിയർ എന്ന് പറയുന്ന അപ്പാരറ്റസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് അതിൻ്റെ എൻലാർജ്ഡ് ഫിഗർ കാണിച്ചിരിക്കുന്നത് ഈ പറയുന്ന താഴത്തെ പോർഷൻ്റെ. ഓക്കെ, സോ അതിൽ നമുക്ക് കുറച്ച് ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ദ ടോപ്പ് ടു ദ ബോട്ടം ഓഫ് ദ വെയിൻ ഷിയർ വിങ്സ് ഈസ് ക്യാപിറ്റൽ H ആണ് നമ്മൾ യൂഷ്വലി കൊടുക്കാറുള്ളത്. അതേപോലെ ആൻഡ് മൊത്തം വെയിൻ ഷിയറിൻ്റെ ദിസ് ഹൊറിസോണ്ടൽ ഡയമെൻഷൻ നമ്മൾ ക്യാപിറ്റൽ D. ഓക്കെ അല്ലേ? That is a dia of the vein shear. This is the height of the vein shear. Okay അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് വരാറുണ്ട് വെയിൻ ഷിയറിൽ. നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ആണിത്. ഓക്കെ, ഏതൊക്കെയാണ്? ഫസ്റ്റ് കേസിൽ ദ ഷിയർ സ്ട്രെങ്ത് അല്ലേ? എന്തിനാണ് വെയിൻ ഷിയർ യൂസ് ചെയ്യുന്നത്? ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഷിയർ സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു ടോർക്ക് ഡിവൈഡ് ബൈ പൈ ഡി സ്ക്വയർ ഇൻറ്റു h/2 പ്ലസ് d/6 ആണ്. h/2 പ്ലസ് d/6 h/2 പ്ലസ് d/6 ആണ്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ. ഇതിനെ നമ്മൾ ടു വേ ഷിയറിംഗ് എന്ന് പറയും. എന്താണ് ടു വേ ഷിയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു വേ ഷിയറിംഗ് മീൻസ് നമ്മളെ ഗ്രൗണ്ട് ലെവൽ ഇതാണെങ്കിൽ, ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. ഈ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ്ലി ആയിട്ട് നമ്മളെ വെയിൻ ഷിയർ നമ്മൾ ഈ ഗ്രൗണ്ട് ലെവലിന് താഴേക്ക് എന്ത് ചെയ്യാണ്? പുഷ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ വെയിൻ ഷിയറിൻ്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ ആക്സിസ് ഓഫ് ഓർ ദ ഹാൻഡിൽ ഓഫ് വെയിൻ ഷിയർ. ഇതാണ് നമ്മളെ വെയിൻ ഷിയർ. നമ്മൾ താഴെ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമ്മൾ പ്രസ് ചെയ്യുന്നുണ്ട്. അതായത് വെയിൻ ഷിയറിൻ്റെ ക്യാപിറ്റൽ H എന്ന് പറയുന്ന ഡയമെൻഷൻ ഇതാണ്. ഓക്കെ, സൈഡ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? വിങ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് ഫിഗർ വരച്ചിരിക്കുന്നത്. ദിസ് വിൽ ബി ക്യാപിറ്റൽ D. ഓക്കെ അല്ലേ? അതായത് വെയിൻ ഷിയർ കംപ്ലീറ്റ്ലി എന്താണ്? ഗ്രൗണ്ട് ലെവൽ താഴെയാണ്. വേറൊരു രീതി പറഞ്ഞാൽ വെയിൻ ഷിയറിൻ്റെ സൈഡും വെയിൻ ഷിയറിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്സ് അല്ലേ? അതായത് വെയിൻ ഷിയറിൻ്റെ എല്ലാ ഭാഗവും എന്ത് ചെയ്യുന്നുണ്ട്? സോയിലിൽ ഷിയർ ഫെയിലിയർ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഷിയർ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഷിയർ ഫെയിലിയറുള്ള ഷിയർ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, വി ക്യാൻ കാൽക്കുലേറ്റ് ടോ ഈസ് ഈക്വൽ ടു T ഡിവൈഡ് ബൈ പൈ ഡി സ്ക്വയർ h/2 പ്ലസ് d/6. ഇതിനെ നമ്മൾ ടു വേ ഷിയറിംഗ് എന്ന് പറയും. അപ്പോൾ എന്തുകൂടി ഉണ്ടാവും? വൺ വേ ഷിയറിംഗ് എന്ന് പറയുന്ന മറ്റൊരു പോർഷൻ കൂടി ഇല്ലേ? എന്തായിരുന്നു വൺ വേ ഷിയറിംഗ്? ഇക്വേഷൻ ആദ്യം പറയാം. വൺ വേ ഷിയറിംഗ് ഇക്വേഷൻ എന്താണ്? ഷിയർ സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു ടോർക്ക് ഡിവൈഡ് ബൈ പൈ ഡി സ്ക്വയർ h/2 തന്നെയാണ്, പക്ഷേ എന്താവും? d/12 എന്നാവും. h/2 തന്നെയാണ്, പക്ഷേ എന്താവും? d/12 എന്നാവും. ഈസ് ആർ ഓക്കെ? എന്താണ് കണ്ടീഷൻ? കണ്ടീഷൻ എന്താണ്? വൺ വേ ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണോ? നമ്മുടെ ഗ്രൗണ്ട് ലെവൽ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. നമ്മളെ വെയിൻ ഷിയർ അപ്പാരറ്റസ് എന്ത് ചെയ്യുന്നില്ല? കംപ്ലീറ്റ്ലി സോയിലിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നില്ല? പെനിട്രേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഓൺലി ബോട്ടം ആൻഡ് സൈഡ്സ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സൈഡുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഷിയറിങ്ങിൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ദിസ് വാസ് ദ ക്യാപിറ്റൽ H ഹൈറ്റ് ഓഫ് ദ ഷിയർ. ദിസ് ഈസ് ദ ഡയ ഓഫ് ദ ഷിയർ.
In this particular case, which is termed as one-way shearing, where the vane shear is only penetrated up to the top of the vane shear is at the ground level. Top of the vane shear is at the ground level ആണ്. അങ്ങനെയാണെങ്കിൽ one-way shearing ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം? Only the sides of the vane shear is imparting the shear failure. അങ്ങനെയാണെങ്കിൽ one-way shearing എന്ന് പറയും. Tau is equal to T by pi d square into h by 2 plus എന്ത് വരും? D by 12 എന്ന് വരും. Tau into T divided by pi d square into h by 2 plus d by 12 എന്ന് വരും. ഓക്കെ അല്ലേ? ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് വളരെ സിമ്പിൾ സാധനമാണ്. ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. എ വെയിൻ ഓഫ് 20 സെന്റിമീറ്റർ അല്ലെ? ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ കൊഹഷൻ ഓഫ് ദ ക്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്കറിയാം ഇത് വെയിൻ ഷിയർ കേസാണ്. വെയിൻ ഷിയർ കേസ് നമുക്ക് കിട്ടുന്നത് എന്താണ്? ടോ ഈസ് ഈക്വൽ ടു ടി ഡിവൈഡ് ബൈ പൈ ഡി സ്ക്വയർ ഇൻറ്റു എച്ച് ബൈ 2 പ്ലസ് ഡി ബൈ 6 ആണ്. ഇതാണ് ടു വേ ഷിയറിങ്ങിൻ്റെ ഫോർമുല. എന്തുകൊണ്ടാണ് നമ്മൾ ടു വേ ഷിയറിംഗ് എന്ന് എഴുതാൻ കാരണം? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ടു വേ ഷിയറിംഗ് എന്ന് എഴുതാൻ കാരണം എന്താണ്? കാരണം ഇവർ പറയുന്നുണ്ട് the vein was pressed into the soft marine clay at the bottom of ഏതാണ്? ബോർഹോൾ അല്ലെ? ബോർഹോളിൻ്റെ ബോട്ടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കേസിൽ നമ്മുടെ വെയിൻ ഷിയർ നമ്മൾ ഇറക്കുന്നുണ്ട് അല്ലെ? സോയിലിൻ്റെ അകത്തേക്ക് ഇറക്കുന്നുണ്ട്. അതായത് വെയിൻ ഷിയറിൻ്റെ എല്ലാ ഭാഗവും എന്ത് ചെയ്യും? ഷിയർ ഫെയിലിയറിന് കാരണമാകും. അതുകൊണ്ടാണ് ടു വേ ഷിയറിംഗ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ടോയാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? വെയിൻ ഷിയർ ടെസ്റ്റിൽ നിന്നും അവൈലബിൾ ആവുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ ക്വസ്റ്റൻ എന്നാണ്. ആരതാണ്? ക്ലേയുടേതാണ്. ഓക്കെ അല്ലേ? നമുക്കറിയാം ഷിയർ സ്ട്രെങ്ത് ബൈ ദ കൂളംസ് ഇക്വേഷൻ എന്താണ്? സി പ്ലസ് സിഗ്മ എൻ ടാൻ ഫൈ എന്നല്ലേ? ആൻഡ് ഫോർ ക്ലേ ആംഗിൾ ഓഫ് ഇന്റർണൽ ഫ്രിക്ഷൻ 0 അല്ലേ? സോ സെക്കൻഡ് പാർട്ട് എന്തായി? 0 ആയി. ദാറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് എന്താണ്? കൊഹഷൻ ഓഫ് ദ സോയിലാണ്. അതായത് ക്ലേ ആണെങ്കിൽ ഷിയർ സ്ട്രെങ്ത് ഈസ് ഇമ്പാർട്ടഡ് ബൈ കൊഹഷൻ ആണ് നമുക്കറിയാം. സോ വാട്ട് എവർ ദ ടോ വി ആർ കാൽക്കുലേറ്റിംഗ് ഹിയർ ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് എന്തായിരിക്കും? സി ആയിരിക്കും, വിച്ച് ഈസ് ദ സെയിം ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ? ഇനി വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് കൊഹഷൻ ഓഫ് ദ സോയിൽ സി ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് ദ ടോ അല്ലെ? എത്രയൊക്കെയാണ് വാല്യൂസ് പറയൂ? വി നീഡ് ദ ടോർക്ക് വാല്യൂ. എത്രയാണ് ടോർക്ക് വരുന്നത്? 2000 കിലോഗ്രാം പെർ സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 2000 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു എത്രയാണ് ഡയ വരുന്നത്? എ വെയിൻ ഓഫ് 20 സെന്റിമീറ്റർ ലോങ് ആൻഡ് 10 സെന്റിമീറ്റർ ഡയ അല്ലെ? ഇൻറ്റു 10 സ്ക്വയർ h by 2 ഹൈറ്റ് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 20 by 2 പ്ലസ് 10 by 6. ഓക്കെ അല്ലേ? 10 by 6. ആൻഡ് ഓപ്ഷൻ നോക്കിയേ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യം ഇല്ലാന്ന് തോന്നും. പക്ഷേ വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ വെറുതെ കാൽക്കുലേറ്റ് ചെയ്താൽ വെറുതെ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈ ഇൻറ്റു എത്രയാണ്? 10 സ്ക്വയർ 100 ആണ്. 20 by 2 എത്രയാണ്? 10 ആണ്. 10 by 6 നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. ഓക്കെ അല്ലേ? സ്റ്റെപ്സ് ഒക്കെ നിങ്ങളെ കൺവീനിയൻസ് പോലെയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്യാം. ഇതൊന്നും സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. 2000 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 100 ഇൻറ്റു 70 by 6 എന്ന് വരും അല്ലേ? 70 by 6 എന്ന് വരും. സോ ഇതെന്താവും? ക്യാൻസലായി 6 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ദിസ് ഈസ് 2 into 6 ഡിവൈഡ് ബൈ 7 into പൈ എന്ന് വരും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 12 divided by pi into 7. 12 divided by pi into 7 എന്ന് വരും. 12 divided by 7 pi അല്ലെങ്കിൽ pi into 7 അങ്ങനെ പറയാൻ കാരണം ഓപ്ഷനിൽ എങ്ങനെയാണുള്ളത് നോക്കിയേ. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻസ് എങ്ങനെയാണ്? 5 by pi into 7, 12 by pi into 7. സോ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ ഈസ് നത്തിങ് ബട്ട് 12 by pi into 7. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ വെയിൻ ഷിയറിൻ്റെ 1 way ആണോ 2 way ആണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവും. എന്താണ് 1 way 2 way? നമ്മൾ വെയിൻ ഷിയറിനെ ഗ്രൗണ്ട് ലെവലിന് താഴേക്ക് ഫുള്ളി ഇമേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫുള്ളി നമ്മൾ പെനിട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 2 way ആണ്. അതായത് വെയിൻ ഷിയറിൻ്റെ സൈഡും വെയിൻ ഷിയറിൻ്റെ ടോപ്പും എന്ത് ചെയ്യുന്നുണ്ട്? ഷിയർ ഫെയിലിയറിന് കാരണമാകുന്നുണ്ട് ആ ഒരു കേസിൽ. ഇനി അതല്ല, നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വെയിൻ ഷിയറിനെ താഴോട്ട് കൂടുതൽ താഴേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നില്ല. അതായത് വെയിൻ ഷിയറിൻ്റെ സൈഡുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഷിയർ ഫെയിലിന് കാരണമാകുന്നുള്ളൂ. ടോപ്പ് ഓഫ് ദ വെയിൻ ഷിയർ എവിടെ തന്നെയാണ്? ഗ്രൗണ്ട് ലെവലാണെങ്കിൽ അത് 1 way ഷിയറിംഗ് ആണ്. ഓക്കെ അല്ലേ? 1 way ഷിയറിംഗ് ആകുമ്പോൾ d by 12 ആണ്. 2 way ആകുമ്പോൾ d by 6 ആണ്. Is that okay? വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഫ്രോം ദ വെയിൻ ഷിയർ. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് വളരെ ഡയറക്റ്റ് ഒരു എന്താ പറയുക തിയറിറ്റിക്കൽ 1 mark ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഫീൽഡ് ടെസ്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഫീൽഡ് ടെസ്റ്റ്? ഈ തന്നിരിക്കുന്ന ABCD ഓപ്ഷൻസ് എല്ലാം ഏതാണ്? നമ്മളെ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അതിൽ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ലാബാണ്. അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് ലാബാണ്. ട്രൈ ആക്സിയൽ ഷിയർ ടെസ്റ്റ് തീർച്ചയായിട്ടും ലാബാണ്. സോ ഏതാണ്?
വെയിൻ ഷിയർ എന്താണ്? നമ്മൾ ഫീൽഡ് പോയിട്ടാണ് നമ്മൾ ഡയറക്റ്റ്ലി ടെസ്റ്റ് ചെയ്യുന്നത്. വെയിൻ ഷിയർ ടെസ്റ്റ് ഇസ് എ ഫീൽഡ് ടെസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? സോ ഇതായിരുന്നു നമുക്ക് ഈ ഒരു സെഷൻ, ഈ ഒരു പ്രീക്യൂവിൽ നമുക്ക് പറയാനുള്ളത്. പ്രീവിയസ് ഇയർ തൊട്ട് മുമ്പ് നടന്ന എയിലെ സോയിൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും വെയിൻ ഷിയർ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? താങ്ക് യു.